ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലുള്ള SS ഹ്യുണ്ടായി ഷോറൂമിലാണ്. ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ പുതിയ i20 ഫേസ് ലിഫ്റ്റിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ടും പിന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ വരുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് വണ്ടിയുടെ ലുക്സിൻ്റെ കാര്യത്തിൽ വരാം. ഫ്രണ്ടിലത്തെ ഗ്രില്ലും പിന്നെ ഫ്രണ്ട് ബമ്പറും പുതിയ വർണ്ണമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് ഇത്തവണ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇസഡ് ഷേപ്പിലുള്ള LED ടെയിൽ ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. രാത്രിയിൽ ഈ രണ്ട് ടെയിൽ ലൈറ്റ്സും വളരെ അട്രാക്റ്റീവാണ്. ടെയിൽ ലൈറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് i20യുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസ്റ്റ വേരിയൻ്റാണ്, മാനുവലാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഹ്യുണ്ടായുടെ മറ്റുള്ള വണ്ടികളെ പോലെ തന്നെ DCT ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. DCT എന്ന് പറയുമ്പോൾ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. വണ്ടിയുടെ ക്വാർട്ടർ ഗ്ലാസിലും വിൻഡോയുടെ താഴെയായിട്ടും പിന്നെ ഡോർ ഹാൻഡിലും മുഴുവനായിട്ട് നമുക്ക് ക്രോം ഫിനിഷിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ റിമോട്ടിൽ നമുക്ക് ഒരുപാട് ക്രോം ഫിനിഷിങ് കാണാൻ പറ്റും. വേറെ ഒരു ചെറിയ കാര്യം കൂടി, കഴിഞ്ഞ i20 മോഡൽസ് പോലെ ഡോർ ഹാൻഡിൽസ് വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലെവലല്ല. ഇത്തവണ ഫ്രണ്ടിലത്തെ ഡോർ ഹാൻഡിലിൻ്റെ കുറച്ചും കൂടി മുകളിലായിട്ടാണ് ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി വണ്ടിക്കുള്ളിൽ കയറിയിട്ട് ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2018 മോഡൽ Audi Q7 ചെറിയൊരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതിൻ്റെ 10.25 ഇഞ്ചസ് ഉള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വണ്ടി ഏതാണെന്ന് വെച്ചാൽ അത് MG ഹെക്ടറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിന് വന്നിരിക്കുന്നത് 10.4 ഇഞ്ചസ് ആണ്. പക്ഷേ ഇതിൻ്റെ രണ്ടും ഡിസൈൻ തമ്മിൽ വ്യത്യാസമുണ്ട്. i20യുടെ ആകുമ്പോൾ ഫ്ലോട്ടിംഗ് ഐലൻഡ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. MG ഹെക്ടറിനാകുമ്പോൾ അത് സെൻറ്റർ കൺസോളിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത് ഫുള്ളി ഡിജിറ്റലായിട്ടാണ്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഫീച്ചേഴ്സും പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഞാൻ എൻ്റെ റിവ്യൂവിൽ പറയുന്നതാണ്. വണ്ടിക്കുള്ളിൽ കയറുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് ആണ്. സെൻറ്റർ കൺസോളിലും ഡോർ പോക്കറ്റ്സിലും പിന്നെ ബാക്കിലത്തെ ചാർജിങ് സോക്കറ്റിൽ വരെ ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പുതിയ i20യിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ബാക്കിലുള്ള ലെഗ് സ്പേസ് ആണ്. പുറത്ത് നിന്ന് നമ്മൾ വണ്ടി കാണുമ്പോൾ ഒരു ഇംപ്രഷൻ അല്ല ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ. ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ലെഗ് സ്പേസ് ഉള്ള വണ്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ i20 ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ വളരെയധികം ഹൈറ്റ് ഉള്ളവർക്കും ബാക്ക് സീറ്റിലിരുന്ന് ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ഈ വണ്ടി വളരെ പ്രാക്ടിക്കലായിരിക്കും. 3 എഞ്ചിൻ ഓപ്ഷൻസിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. 1 ലിറ്ററും 1.2 ലിറ്ററും പിന്നെ ഡീസൽ ആകുമ്പോൾ 1.5 ലിറ്ററും. പ്രൈസിൻ്റെ കാര്യം പറയുമ്പോഴും അധികം വ്യത്യാസമൊന്നും കഴിഞ്ഞ മോഡൽസും പിന്നെ ഈ ഒരു BS6 വേരിയൻ്റായിട്ട് വന്നിട്ടില്ല. ഏകദേശം 7 lakhs മുതൽ 13 lakhs വരെയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമായിരുന്നു. വളരെയധികം ഇൻഡെപ്തിൽ നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വണ്ടികളുടെ റിവ്യൂസ് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തുക. എന്നാൽ മാത്രമേ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഡ്രൈവ് സേഫ്, ടേക്ക് കെയർ.